LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എസ്കോർട്ടും പൈലറ്റും വേണ്ടെന്ന നിലപാട് പിണറായി വിജയൻ DGP അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുരക്ഷാ അവലോകന സമിതി വിളിച്ചു ചേർത്ത് സർക്കാരിന് താൽപര്യമുള്ള തീരുമാനമെടുത്തത്. ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന അത്ര വലിയ ഗുണമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ അതൊക്കെ അമിതമാണ്. സ്വാഭാവികമായും ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ അത് അത്രയും കൂടുതൽ വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നുവെന്ന് സന്തോഷകരമായ കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ സുരക്ഷയ്ക്കായി നൽകിയിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മൈക്കിലൂടെ കറണ്ട് കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചെന്ന വെള്ളാപ്പള്ളിയുടെ പരാതിയെ തുടർന്നായിരുന്നു 13 വർഷം മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകിയിരുന്നത്. എനിക്ക് അതിനകത്ത് ഒരു പ്രയാസമില്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അവർ വന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒന്നും ആവശ്യപ്പെടാതെ തന്നെയാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ തയ്യാറാക്കിയത്. ഇപ്പൊ അത് ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചെടുക്കാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ Z+ കാറ്റഗറി സുരക്ഷ പിൻവലിക്കാനും തീരുമാനിച്ചു. പകരം Z കാറ്റഗറി സുരക്ഷ തുടരും. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.